ഈജിപ്തിലെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളിൽ ഏകദേശം 2000 വർഷം പഴക്കമുള്ള തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങൾ കണ്ടെത്തി എന്നൊരു വാർത്ത ഇന്നലെ നിങ്ങളിൽ പലരും കണ്ടു കാണും. ഒരുപാട് പേര് ഞെട്ടലൊക്കെ രേഖപ്പെടുത്തി. കണ്ടില്ലേ, 2000 വർഷം പഴക്കമുള്ള നമ്മുടെ തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങളൊക്കെ അങ്ങ് ഈജിപ്തിൽ വരെ ഉണ്ട്. ഇത് വലിയൊരു അത്ഭുതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഞെട്ടലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലതും ഇനി ഒരുപാട് പേരെ ഞെട്ടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. കാരണം ഈജിപ്റ്റ് സംസ്കാരവും ഇന്ത്യൻ കൾച്ചറും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഒരു 3000-4000 വർഷം മുമ്പ് നിലനിന്നിരുന്ന സംസ്കാരങ്ങളെല്ലാം തമ്മിൽ നമുക്ക് വിശ്വസിക്കാനാകാത്ത വിധം സിമിലാരിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് നോക്കാം. ആദ്യം നമുക്ക് ഇപ്പോൾ ഈജിപ്തിൽ ഉണ്ടായിരിക്കുന്ന കണ്ടെത്തലിനെ കുറിച്ച് നോക്കാം. റാമെസസ് ആറാമന്റെ ശവകുടീരം ഉൾപ്പെടെ 6 ശവകുടീരങ്ങളിലായിട്ട് തമിഴ് ബ്രാഹ്മിയിൽ ഉൾപ്പെടെയുള്ള ഏകദേശം 30 ലിഖിതങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 8 വ്യത്യസ്ത സ്ഥലങ്ങളിൽ സിക്കായി കൊറാൻ എന്നിങ്ങനെയുള്ള പേരുകൾ കാണാൻ പറ്റും. സിക്കായി കൊറാൻ വരകാന്ത എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ സിക്കായി കൊറാൻ വന്ന് കണ്ടു എന്നായിരിക്കണം അതിന്റെ അർത്ഥം. ഇതേ സമുച്ചയത്തിൽ കാണപ്പെടുന്ന ഗ്രീക്ക് ടൂറിസ്റ്റ് ഗ്രാഫിറ്റിയുടെ ശൈലിയിലാണ് ഈ ലിഖിതങ്ങളും കാണപ്പെടുന്നത്. ഈജിപ്തിലെ ബെറനിക്ക പോലെയുള്ള തുറമുഖ നഗരങ്ങളിൽ ഇതിനു മുമ്പും പല തവണ ഇത്തരത്തിലുള്ള തമിഴ് ബ്രാഹ്മി സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഈജിപ്തിൽ ഇങ്ങനെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ രാജാവിന്റെ ശവകുടീരങ്ങളിൽ ഇത്തരമൊരു ലിഖിതങ്ങൾ കണ്ടുപിടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരികൾ എന്ന് പറയുന്നത് വെറും നാവികർ മാത്രമായിരുന്നില്ല എന്നും ഈജിപ്ഷ്യൻ ഉൾനാടുകളിൽ പോലും അവർ എത്തിയിരുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എത്രമാത്രം സമൃദ്ധമായിരുന്നു എന്ന് കൂടിയാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മളിവിടെ പറയുമ്പോൾ തമിഴ് ബ്രാഹ്മി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇന്ത്യയുടെ സൗത്ത് പാർട്സിൽ നിന്നുമൊക്കെ 2000 കൊല്ലം മുമ്പ് അങ്ങ് ഈജിപ്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എത്ര മികച്ചതായിരിക്കണം അന്നത്തെ സിവിലൈസേഷൻ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. വ്യാപാരികളായിട്ട് പോയതാകാം, ടൂറിസ്റ്റുകളായിട്ട് പോയതാകാം, മറ്റെന്തെങ്കിലും കാരണത്താൽ പോയതാകാം, നമുക്കത് വ്യക്തമാക്കാൻ കഴിയില്ല. അതിനുള്ള എവിഡൻസുകളൊന്നും കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് ആളുകൾ പോയിട്ടുണ്ട്. വെറുതെ തുറമുഖങ്ങളിൽ മാത്രമല്ല പോയത്, ഉൾഗ്രാമങ്ങളിലേക്ക് വരെ അവർ സഞ്ചരിക്കുകയും പിരമിഡുകൾക്കുള്ളിൽ ഇത്തരത്തിൽ ആലേഖനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇന്ന് മറ്റേ ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അവിടെ മൊബൈൽ നമ്പറും പേരും എഴുതിയിടുന്ന പോലത്തെ സമ്പ്രദായമല്ല അക്കാലത്ത് നിന്ന് ആലോചിക്കണം. അങ്ങനെയുള്ളൊരു ശീലം ആ കാലത്ത് മനുഷ്യനില്ല. അപ്പോൾ അവിടെ എത്തി എന്നതിന് ഒരു ഔദ്യോഗികമായ രേഖയായിട്ടോ മറ്റോ ആയിരിക്കാം ഇത് അവിടെ കുറിക്കപ്പെട്ടത്. അതൊരു ആധികാരികമായിട്ടുള്ള ഒരു ലിഖിതമായിരുന്നിരിക്കണം ആ സമയത്ത്. അല്ലാതെ നമ്മുടെ ബസ് സ്റ്റാൻഡിലെ ബാത്റൂമുകളിൽ അതിക്രമിച്ച് കയറി വല്ലവരുടെയും പേരും അഡ്രസ്സ് എഴുതിയിടുന്ന സമ്പ്രദായമായിട്ട് ഇതിനെ ആരും കൂട്ടിക്കുഴയ്ക്കരുത്. ഇവിടെ കുറെ പേര് മറ്റൊന്നുകൂടി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് കണ്ടില്ലേ, നമ്മുടെ സൗത്ത് ഇന്ത്യയാണ് ഏറ്റവും പുരാതനം, ബാക്കിയൊക്കെ പിന്നീട് ഇങ്ങോട്ട് അധിനിവേശം നടത്തി വന്നതാണ് എന്നൊക്കെ ഇതിനെ വളച്ചൊടിക്കുന്നവരുമുണ്ട്. അവരുടെ കൂടി അറിവിലേക്കാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. അതായത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള പ്രോപ്പർ എവിഡൻസ് വെച്ചിട്ട് ഏകദേശം 3000 BCE മുതൽ 600 BCE വരെ ഏറ്റവും സമൃദ്ധമായിട്ട് നിലനിന്നിട്ടുള്ള പ്രദേശമാണ് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ പാർട്സ്. അതിൽ തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻസ് ഉൾപ്പെടുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് BCE 3000 മുതലുള്ള കാലഘട്ടങ്ങളിൽ വളരെ സമൃദ്ധമായിട്ട് നിലനിന്നിരുന്ന സംസ്കാരമാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച അർബൻ പ്ലാനിംഗ് അടക്കം ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ നോർത്തേൺ പാർട്സിലാണ്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈജിപ്റ്റ് സംസ്കാരവും നിലനിന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ കാലത്ത് ഈജിപ്റ്റ് ആണെങ്കിൽ ഈ ആർട്സിലും അതുപോലെ തന്നെ ഭീമൻ നിർമ്മിതികളിലുമാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവിടെ ഇതുപോലെയുള്ള വലിയ പിരമിഡുകളും വളരെ വിചിത്രമായ ആർട്ടുകൾ കാണാൻ കഴിയുന്നത്, മനോഹരമായ ശില്പങ്ങളും മറ്റുമൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഒരു ഓർഗനൈസ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. രാജാവ്, പ്രജ, അങ്ങനത്തെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു കൃത്യമായിട്ടുള്ള രാജാവ്, അങ്ങനെ ഒരു സമ്പ്രദായങ്ങളെ കുറിച്ച് പ്രോപ്പർ എന്ന് വെച്ചാൽ വളരെ കൃത്യമായി പറയാൻ പറ്റുന്ന എവിഡൻസുകൾ കിട്ടിയിട്ടില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. വളരെ കുറച്ച് എവിഡൻസ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളായതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള
ഇന്ത്യയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്റ്റഡീസും റിസർച്ചുകളൊന്നും ആ സമയത്ത് നടന്നിട്ടില്ല. ഒരുപാട് എവിഡൻസുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കാം, മോഷ്ടിക്കപ്പെട്ടിരിക്കാം, തെറ്റായ രീതിയിൽ കിട്ടിയ എവിഡൻസുകളെ വളച്ചൊടിച്ചിരിക്കാം. കാരണം ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതാണ് എല്ലാം യഥാർത്ഥമെന്ന് പോലും പറയാൻ പറ്റില്ല. ഇന്ത്യക്ക് സ്വന്തമായ ഒരു കൾച്ചറോ സംസ്കാരമോ ഇല്ല എന്നും ഇന്ത്യക്കാർ അപരിഷ്കൃതരാണെന്നും കുറച്ചെങ്കിലും ഇന്ത്യക്കാർ പരിഷ്കൃതരായത് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണെന്നും ഒക്കെ ബ്രിട്ടീഷുകാർ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ എവിഡൻസ് കിട്ടുന്നത്. അപ്പോൾ അത് പ്രോപ്പറായ രീതിയിൽ അതിനെ അവർ കൈകാര്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്തായാലും കിട്ടിയ തെളിവുകൾ അനുസരിച്ച് ഈജിപ്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ച നഗരാസൂത്രണ പദ്ധതികൾ, അർബൻ പ്ലാൻസ് അടക്കമുള്ളവ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് രണ്ടും ഒരേ കാലഘട്ടത്തിൽ നിലനിന്നതായിരുന്നു എന്ന് മാത്രമല്ല, ഇൻഡസ് വാലി സിവിലൈസേഷൻ വഴി വ്യാപാരം അങ്ങോട്ട് ഈജിപ്റ്റ് വരെ നടന്നിരുന്നു എന്നും വ്യക്തമാണ്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈജിപ്റ്റ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ശരിക്കും നൈൽ നദിയുടെ തീരങ്ങളിൽ ഉണ്ടായപ്പോൾ ഇൻഡസ് റിവറിന്റെ തീരത്ത് ഉണ്ടായ സംസ്കാരമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ അവിടെ നദികൾ ബേസ് ചെയ്തുകൊണ്ടുള്ള സംസ്കാരങ്ങളാണ് എന്ന് വ്യക്തമാണ്. ഈ BCE, അതായത് ക്രിസ്തുവിനും 600 വർഷം മുമ്പ്, ഏതാണ്ട് C500 വരെ, അതായത് ഇന്നേക്ക് ഒരു 1500 വർഷം മുമ്പ് വരെ പ്രോപ്പറായിട്ട് നോർത്തിന്റെ തന്നെയാണ് കൂടുതൽ ഡെവലപ്ഡ് റീജിയൻ ആയിട്ട്, സാംസ്കാരികമായിട്ട് ഡെവലപ്ഡ് റീജിയൻ ആയിട്ട് നിലനിന്നിരുന്നത്. അതായത് BCE 600-ന് ശേഷം, ബുദ്ധന്റെ ഒക്കെ കാലഘട്ടം ഒക്കെ ഈ ഒരു കാലഘട്ടമാണ്. 600-ന് ശേഷം വിവിധ മാറ്റങ്ങൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു BCE 300 കാലഘട്ടത്തിലൊക്കെ ആയിരിക്കണം മൗര്യ സാമ്രാജ്യം ഉദയം കൊള്ളുന്നത്. ഏതാണ്ട് 1-ാം നൂറ്റാണ്ട് വരെയൊക്കെ അത് തിളങ്ങി നിന്നിരിക്കാം. അതിനുശേഷവും ഒരുപാട് ഭരണകൂടങ്ങൾ നോർത്ത് പാർട്സിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഗുപ്ത സാമ്രാജ്യം അടക്കമുള്ളവ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു BCE 600 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ് ശരിക്കും സൗത്ത് ഇന്ത്യയിൽ, നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് പാർട്സിൽ സവിശേഷമായ പുരോഗതി ഉണ്ടാവുന്നത്. ഒരുപക്ഷെ പാണ്ഡ്യന്മാരും ചോളന്മാരും ഒക്കെ ശക്തമായിട്ട് വളർന്നു വരുന്ന ഒരു കാലഘട്ടം. ഇത് ഏതാണ്ട് CE 1300 വരെ നിലനിന്നിട്ടുണ്ട്. അപ്പൊ ഈ ചോള സാമ്രാജ്യ കാലഘട്ടത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സൗത്ത് പാർട്സ് ഒരു വലിയ നാവിക ശക്തിയായിരുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഊഹിക്കാം, 2000 വർഷം മുമ്പൊക്കെ നാവിക മേഖലയിൽ അല്ലെങ്കിൽ സമുദ്രങ്ങളെ താണ്ടുന്ന കാര്യത്തിൽ നാവിക ശക്തിയിൽ ഇന്ത്യയുടെ സൗത്ത് പാർട്ട് വളരെ വലിയൊരു ശക്തിയായിരിക്കാം. അതുകൊണ്ടാണല്ലോ പിൽക്കാലത്ത് ചോളന്മാർക്ക് 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ട് വരെ അവർക്ക് ഈ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇന്തോനേഷ്യ, മലേഷ്യ, അങ്ങനെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ബംഗാൾ ഉൾക്കടലിലെ ഏറ്റവും വലിയ പവർ നാവിക ശക്തി ചോളന്മാരായിരുന്നു. ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു ശക്തിയായിരുന്നു. ചോളന്മാരുടെ പതനത്തോടെയാണ് ശരിക്കും ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള യൂറോപ്യൻസിന്റെ ആ ഒരു നാവിക ശക്തികളായിട്ടുള്ള ഉദയം ഉണ്ടാവുന്നതും ചോളന്മാരുടെ പതനത്തിന് ശേഷമാണ്. അപ്പൊ ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ അത് തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നും അല്ല. ശരിക്കും ഇന്ത്യ 10,000-5000 വർഷം മുമ്പേ തന്നെ അന്നത്തെ സമൃദ്ധമായ പ്രദേശങ്ങളായിരുന്നു. അപ്പോ ഇന്ത്യൻ കൾച്ചറും അതുപോലെ തന്നെ ഈജിപ്റ്റ്, സുമേറിയ, ഇങ്ങനെയുള്ള അക്കാലത്തെ സിവിലൈസേഷൻസുമായിട്ട് വളരെ നല്ല അടുപ്പമുണ്ടായിരുന്നു. ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടെയുള്ള ദൈവവിശ്വാസവും അവിടെയുള്ള ദൈവവിശ്വാസവുമായിട്ട് പോലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ രാമായണം പറയുന്ന രീതിയിലല്ല ഇപ്പൊ തായ്ലൻഡിലെ രാമായണം എന്ന് പറയുന്നത്. ഇന്തോനേഷ്യയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ രാമായണത്തിൽ വ്യത്യാസമുണ്ട്. സംഭവം ഇതിലെല്ലാം പറയുന്നത് അധർമ്മത്തിന് മേൽ ധർമ്മത്തിന്റെ വിജയമാണ്. പക്ഷെ കഥാപാത്രങ്ങൾ, സന്ദർഭങ്ങൾ, ഇതിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. കഥാപാത്രങ്ങളുടെ പല പേരുകളിൽ പോലും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറയുന്ന രാമായണത്തിനും തായ്ലൻഡിലെ രാമായണത്തിനും ഇന്തോനേഷ്യയിലെ രാമായണത്തിനുമൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നത്. അതുപോലെ ഈ ദൈവവിശ്വാസത്തിന്റെ കാര്യം അങ്ങനെയാണ്. ഇപ്പൊ സൂര്യൻ എന്ന് പറയുന്ന ദൈവം ഇന്ത്യയിൽ മാത്രമല്ല ഈജിപ്തിലും ആരാധിക്കപ്പെട്ടിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിൽ വേദ കാലഘട്ടത്തിൽ ഋഗ്വേദമാണല്ലോ നിലവിൽ നമുക്ക് എഴുതപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പുരാതന ഗ്രന്ഥമായിട്ട് നമ്മുടെ കയ്യിലുള്ള എവിഡൻസ് എന്ന് പറയുന്നത്. ആർക്കിയോളജിക്കൽ എവിഡൻസും അല്ലെങ്കിൽ മറ്റ് തെളിവുകളും അടിസ്ഥാനപ്പെടുത്തി ഋഗ്വേദമാണ് ഏറ്റവും പുരാതനമായിട്ട് അത്തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത്. ഋഗ്വേദത്തിൽ പ്രധാനമായിട്ട് പറയുന്ന ദേവന്മാരിൽ ഒന്ന് സൂര്യനാണ്. നമ്മുടെ ഇന്ത്യയിൽ ധാരാളം സൂര്യക്ഷേത്രങ്ങളുണ്ട്, ഇത് നമുക്കറിയാം. ഈജിപ്തിലും ഉണ്ടായിരുന്നു സൂര്യക്ഷേത്രങ്ങൾ. എല്ലാ സംസ്കാരങ്ങളിലും, പ്രത്യേകിച്ച് സുമേറിയൻ സംസ്കാരത്തിലും മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലും ഒക്കെ സൂര്യനെ ആരാധിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. ഈജിപ്റ്റ് സംസ്കാരം എടുത്തു കഴിഞ്ഞാൽ അവിടെ റാ എന്ന് പറയുന്ന ദൈവമാണ് സൂര്യദേവൻ. സൂര്യദേവനെ ആരാധിച്ചിരുന്നു. അവരുടെ രാജാവ് എന്ന് പറയുന്നത് സൂര്യപുത്രനാണ് എന്ന് വിശ്വസിച്ചിരുന്നു. നമുക്കിവിടെ ഒരു സൂര്യപുത്രനുണ്ട്, കർണൻ, അല്ലെ? മഹാഭാരതത്തിലെ കർണൻ. എല്ലാവർക്കും പെട്ടെന്ന് അറിയാവുന്നത് ഈ സൂര്യപുത്രൻ കർണന്റെ കാര്യം മാത്രമായിരിക്കും. പ്രത്യേകിച്ച് നമ്മളെപ്പോഴും കേൾക്കുന്നതാണല്ലോ.
ഈ ഈജിപ്തിലെ ഫറവോമാരെല്ലാം തന്നെ സൂര്യന്റെ റായുടെ പുത്രന്മാരാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ സൂര്യവംശം എന്ന് പറയുന്ന ഒരു വംശം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഏൻഷ്യൻ ടൈംസിൽ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും സൺ ഡൈനാസ്റ്റി എന്ന് പറയുന്ന സൂര്യവംശം. സൂര്യവംശം എന്ന് പറയുന്ന വംശത്തിൽ പെടുന്നതാണ് നമ്മുടെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവങ്ങളിൽ ഒരാളായിട്ടുള്ള രാമൻ. ശ്രീരാമൻ ഒരു സൂര്യവംശിയാണ്. അദ്ദേഹത്തിന്റെ പിതാവും എല്ലാം സൂര്യവംശികളാണ്. സൂര്യന്റെ പുത്രനിൽ നിന്ന് പിറന്ന വംശമാണ് സൂര്യവംശം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഈജിപ്തിലെയും ഇന്ത്യയിലെയും മെസപ്പൊട്ടോമിയയിലെയും സുമേറിയയിലെയും ഒക്കെ ദൈവങ്ങളെ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ പുരാതന കാലത്തുണ്ടായിരുന്ന സംസ്കാരങ്ങൾ തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് നമുക്കറിയാം. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പല സംഭവങ്ങളും. നമ്മുടെ കേരളത്തിലും സൗത്ത് പാർട്ടിലും ഒക്കെ ഏറെ ആരാധിക്കുന്ന കാർത്തികേയനുമായിട്ടുള്ള കണക്ഷൻ, ശിവനും പാർവതിക്കും തുല്യമായിട്ടുള്ള തന്നെ ഈജിപ്ഷ്യൻസ് ആരാധിച്ചിരുന്ന ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സൂര്യദേവനെ അവര് റാ എന്ന് വിളിച്ചു, RA. സംസ്കൃതത്തിൽ സൂര്യനെ ഇവിടെ ഇന്ത്യയിൽ വിളിച്ചത് രവി എന്നാണ്, RAVI. സിമിലാരിറ്റീസ് ഒരുപാടുണ്ട്, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്നുള്ളതുകൊണ്ട് മാത്രം ഇവിടെ നിർത്തുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം.